കാരണം നടൻ അല്ലു അർജുന്റെ വീട്ടിൽ ആക്രമണം നടത്തിയ കേസിലെ പ്രതികൾക്ക് ജാമ്യം. ഒസ്മാനിയ യൂണിവേഴ്സിറ്റി ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളായ 6 പേർക്കാണ് ജാമ്യം ലഭിച്ചത്. കേസിലെ ഒന്നാം പ്രതി മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ അടുത്ത അനുയായിയാണ്. അതേസമയം അല്ലു അർജുന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തെ രേവന്ത് റെഡ്ഡി അപലപിച്ചു. ഒസ്മാനിയ യൂണിവേഴ്സിറ്റി ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളായ 6 പേർക്കാണ് രാവിലെ ജാമ്യം ലഭിച്ചത്. ഇവർ അല്ലു അർജുന്റെ വീടിന് നേരെ തക്കാളി മാത്രമാണ് എറിഞ്ഞതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കല്ലേറുണ്ടായതായി എഫ്ഐആറിലില്ല. പ്രതികളിലൊരാളായ ശ്രീനിവാസ റെഡ്ഡി യൂത്ത് കോൺഗ്രസ് നേതാവാണ്. ഒപ്പം മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ അടുത്ത അനുയായിയും. രേവന്ത് റെഡ്ഡിയുടെ തട്ടകമായ കൊടാങ്കലിൽ നിന്നുള്ള നേതാവ് കൂടിയാണ് ഇയാൾ. മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. അതേസമയം നടന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അപലപിച്ചു. സർക്കാർ സ്പോൺസേഡ് തീവ്രവാദമാണ് നടന്നതെന്നാണ് ബിജെപിയുടെ ആരോപണം. സംഭവ ദിവസത്തെ 10 മിനിറ്റ് നീളുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് വഴി അല്ലു അർജുനെ കൂടുതൽ കുരുക്കിലാക്കിയിരിക്കുകയാണ് പോലീസ്. നടന്റെ സുരക്ഷാ ജീവനക്കാർ തിയേറ്ററിലുള്ളവരെയാകെ പിടിച്ചു തള്ളുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. ഒപ്പം തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിച്ചുവെന്ന് അല്ലു അർജുന്റെ മാനേജരെ അറിയിച്ചിരുന്നതായും പോലീസ് പറയുന്നു. പക്ഷേ സിനിമ തീരും വരെ അല്ലു അർജുൻ തിയേറ്ററിൽ തുടർന്നു. പിറ്റേ ദിവസം മാത്രമാണ് മരണവിവരം അറിഞ്ഞതെന്ന അല്ലു അർജുന്റെ വാദങ്ങളെ പൊളിക്കുന്നതാണ് പോലീസിന്റെ വെളിപ്പെടുത്തൽ. 24 ചെന്നൈ.